ബ്യൂട്ടി പാർലറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ IFFKയിൽ വിൻ ചെയ്യുന്നു, പുറത്തു പോയി ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിൽ വിൻ ചെയ്യുന്നു. അങ്ങനെ കുറേ സ്ഥലത്ത് റെക്കഗ്നൈസ് ചെയ്ത ഒരു പടം ഫെസ്റ്റിവലിലേക്ക് തിയേറ്ററിലേക്ക് വരികയാണ്. നല്ല പടമാണ്. ഫീമെയിൽ പേഴ്സ്പെക്റ്റീവിനെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ലൈക്ക് എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല പടം. ഒരു ബ്യൂട്ടി പാർലറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അതിപ്പോൾ പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കര റിലേറ്റബിളും ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മൊത്തത്തിൽ എല്ലാവരും പ്രകടനം ആക്ടേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനെയൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഭയങ്കര ക്രിഞ്ചി ആക്കില്ല. എല്ലാം അടിപൊളിയായിരുന്നു. പടം കൊള്ളാം. ചെറിയ പടമാണ്, പക്ഷേ ചെറിയ സമയം കുറവാണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു വുമൺ പെർസ്പെക്റ്റീവ് എന്നുള്ളൊരു സംഭവം കാണുന്നതിൽ ഉള്ള ഒരു രസമുണ്ട്. മൊത്തത്തിലൊരു ഫെസ്റ്റിവൽ പടമാണ്. അത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാം. അതും ഡിഫറെൻ്റ് ആണ്. അപ്പം കൊമേഴ്ഷ്യൽ ആണോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് അവർ നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യാൻ ട്രൈ ആവുന്നതാണ്. കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്, സ്ത്രീപക്ഷ സിനിമയാണെന്ന് തോന്നുന്നു. സ്ത്രീപക്ഷ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ്. ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് റൈറ്ററും എഡിറ്ററും അതെല്ലാം. അപ്പം അതിൻ്റെതായ ഒരു സാധനം ഉണ്ട്, രസമുണ്ട്. എല്ലാവരും പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. അടിപൊളിയായി. താങ്ക് യു. പടം നല്ലായിരുന്നോടാ? അല്ലല്ല, രസമുണ്ട്. അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. പിന്നെ അതിൽ പെർഫോമൻസ് ഒക്കെ ഭയങ്കര രസമാണ്. എല്ലാം പുതിയ ആൾക്കാരാണ്. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നില്ല. ഡയറക്ടർ എല്ലാം പുതിയ അവരെ കൊണ്ടേ നല്ല രസമായിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് ബേസിക്കലി ഇതൊരു ഭയങ്കര മസാല അങ്ങനത്തെ കമേഴ്ഷ്യൽ ഫിലിം കാറ്റഗറി അല്ല. പക്ഷെ എന്നാലും അതിൻ്റെ മൊമെന്റ്സ് ഒക്കെ എൻജോയബിൾ ആണ്. രസമുണ്ട്. എല്ലാവർക്കും ഇതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ നല്ലോണം അറിയുന്ന പോലെ തോന്നും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ചിരിക്കാനുണ്ട്, കുറേ കരയാനുണ്ട്. ലൈക്ക് ഇതൊരു അവാർഡ് കാറ്റഗറിയിലേക്ക് പോകാനുള്ള ഫിലിമേ പറ്റില്ല. ലൈക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടറിൻ്റെയും പിന്നാലെ പോയി നമ്മളിങ്ങനെ അവരുടെ ലൈഫ് കാണുന്ന പോലത്തെ ഒരു ഫിലിം. ഇത് മലയാള ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ ക്യാമറ ഉണ്ടെന്ന് തോന്നാണ്ട് നമ്മളിങ്ങനെ മീനാക്ഷിയുടെ ഒക്കെ ഇങ്ങനെ പുറകെ ഇങ്ങനെ നടന്ന് പോകുന്നൊരു ഫീലിംഗ് ആണ്. ആനന്ദ് രവിയും മീനാക്ഷി, ശിവരഞ്ജനി എല്ലാം മൊത്തം സപ്പോർട്ടിങ് കാസ്റ്റും ഫാന്റാസ്റ്റിക് ജോബ്. ഐ ഹോപ്പ് എവരിവൺ വാച്ചസ് ഇറ്റ്. ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് ഇൻ ദ സെൻസ് അങ്ങനെ അധികം സംസാരിക്കാണ്ട്, അധികം പ്രീച്ച് ചെയ്യാണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. വിക്ടോറിയ ആക്ച്വലി നമ്മൾ ഈ സാധാരണ സിനിമകൾ വെള്ളിയാഴ്ച ഇറങ്ങുന്ന പടം നിങ്ങളെല്ലാവരും പോയി കണ്ട് വിജയിപ്പിക്കണമെന്ന് പറയുന്ന പോലെ അല്ല. വിക്ടോറിയ കുറേ റെക്കഗ്നീഷനിലൂടെ കടന്ന് വന്ന് സക്സസ്ഫുൾ ആയ ഒരു പടമാണ്. അത് ഫൈനലി തിയേറ്ററിൽ വരികയാണ്. അതുകൊണ്ട് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മിസ്സാക്കരുത്. കാരണം ഇത് റൈറ്റ് ഫ്രം ഇതിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മുതൽ KSFDC IFFKയിൽ വിൻ ചെയ്യുന്നു, പുറത്തു പോയി ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിൽ വിൻ ചെയ്യുന്നു. അങ്ങനെ കുറേ സ്ഥലത്ത് റെക്കഗ്നൈസ് ചെയ്ത ഒരു പടം ഫെസ്റ്റിവലിലേക്ക് തിയേറ്ററിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇത്രത്തോളം റെക്കഗ്നൈസ് ചെയ്ത പടം നിങ്ങൾ തിയേറ്ററിൽ പോയി റെക്കഗ്നൈസ് ചെയ്യും. ഓഡിയൻസിനോട് എന്ത് എക്സ്പെക്ട് ചെയ്ത് വരാനായിരിക്കും? ഓഡിയൻസിൻ്റെ അടുത്ത് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. നിങ്ങൾ വെറുതെ എക്സ്പെക്ട് ചെയ്തൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട് ഈ പടത്തിന് ഇത്ര റെക്കഗ്നീഷൻ കിട്ടി എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ തിയേറ്ററിൽ ഒന്ന് കൊണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ അകത്തുള്ള അവസ്ഥ. അത് തീർച്ചയായും അത് നമുക്ക് അതിൻ്റെ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ഒരു പരിപാടിയാണ്. സിംഗിൾ ലൊക്കേഷൻ സാധനമാണ്. ഒരു എക്സ്പെരിമെൻ്റൽ പടമാണ്. പക്ഷെ അത് തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇത് ആർക്കൊക്കെ തിയേറ്ററിൽ പോയി കാണണമെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ അങ്ങനെയുള്ളൊരു തീർച്ചയായും മിസ്സാക്കാതെ തിയേറ്ററിൽ തന്നെ പോയി കാണുക. യെസ്, താങ്ക് യു.